എല്ലാത്തിനും ഇതൊരു മുടിഞ്ഞ വിലയാണ് ഇതൊക്കെ. പെൺപിള്ളേരുടെ സാധനത്തിന് ഭയങ്കര എക്സ്പെൻസ് കേട്ടോ. എന്തിനാ? ഞാനേ കുറച്ച് ഡ്രസ്സ് തപ്പിക്കൊണ്ടിരിക്കുക. നോക്കി നല്ലത് ഒരു 3 മതി കേട്ടോ. കാർട്ടിലോട്ട് ആഡ് ചെയ്യും. ഇത് കൊള്ളാം. ഹീൽസ് നോക്കിക്കോ. പിന്നെ ഒരു വാച്ചും കൂടെ ആഡ് ചെയ്യും. വാച്ചോ നല്ല വാച്ച് നോക്കും. ചെയിൻ എടുക്കും. ചെയിൻ അല്ലേ? ഓ ഇത് കൊള്ളാം. ഈ റെഡ് കുർത്തി കൊള്ളാം. അതില്ലല്ലേ? അല്ലേ? നല്ല കളറ്. 3 നോക്കിയെടുത്തോ. ഇത് കൊള്ളാം. ഈ ഗ്രീനും കൊള്ളാം, ഈ റെഡും കൊള്ളാം, പിന്നെ ഈ വൈറ്റ് കൊള്ളാം. ഓ ഇത് നല്ല ഭംഗിയുണ്ട്. ഹീൽസ് നോക്കട്ടെ. 10,000-12,000 അല്ലല്ലോ അല്ലേ? അല്ല, ഹീൽസ് ഇത് കൊള്ളാം. ഈ ടൈപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുണ്ടോ? അല്ലേ? ഇത് കൊള്ളാം. ഇത് നല്ല ഭംഗിയുണ്ട്. സിമ്പിൾ ആയിട്ട് മതി അല്ലേ? ചെയ്തു. അടുത്ത നമുക്കൊരു റിങ്ങും കൂടെ നോക്കണം. അതെ, വൈകിട്ട് ജ്വല്ലറി പാ. പിന്നെ നല്ല തണുപ്പുള്ള സ്ഥലത്ത് പോകുന്നില്ലല്ലേ? ഗോവ പോകണ്ടല്ലോ. ഓ ഗോവ വേണ്ട, ഭയങ്കര ചൂടാ. ഊട്ടി ഒക്കെ ആണോ? ഊട്ടി, കൊടൈക്കനാല് ക്രൗഡാ. ഊട്ടിയിൽ പോവാ. ആണോ? ഊട്ടി നല്ല പീസ്ഫുൾ ഏരിയ. നല്ല തണുപ്പായിരിക്കും. ഇപ്പത്തെ ചൂടിന് ശരിയാ. കഴിഞ്ഞ ആഴ്ചയെ നിക്കയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അതിനൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല, ഒന്നും വാങ്ങിച്ചും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവൾക്കൊരു സർപ്രൈസ് ആവും ഈ പർച്ചേസ് ഒക്കെ. എങ്ങനെ അവൾ കിട്ടുമല്ലോ ഇതൊക്കെ മേടിച്ചു കൊടുത്താ? പിന്നെ അത് മതി. സർപ്രൈസ് ആവണം ഭയങ്കരമായിട്ട്. പിന്നെ കുറച്ച് വേറെന്തും മേടിക്കണ്ടല്ലോ, ഇത്രയൊക്കെ മതിയല്ലേ? അവൾക്ക് വേറെ എന്തെങ്കിലും ഇഷ്ടം ചോദിച്ചു നോക്ക്. പിന്നെ കുറച്ച് പൊറോട്ട ഇറച്ചിയും കൂടെ മേടിച്ചു കൊടുത്തത്, അവൾക്ക് അതൊക്കെ ഇഷ്ടം. അപ്പൊ ഞാൻ കുറച്ചുകൂടെ നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് തപ്പട്ടെ കേട്ടോ. ഓക്കെ, ബൈ. എന്തൊരു പ്രശ്നം? അല്ല, എന്തോ ഉണ്ടല്ലോ. നിഖിൽ ഒരുപാട് മാറിപ്പോയി. മുന്നത്തെ പോലെ ഒന്നും അല്ല. അല്ല, എന്താ പ്രശ്നം? എന്താ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആദ്യമൊക്കെ ഒന്ന് ഞാൻ വെച്ചാൽ ഭയങ്കര കാര്യമായിരുന്നു. എനിക്ക് ഗിഫ്റ്റ് ചെയ്യാനും സർപ്രൈസ് തരാനും എപ്പോഴും എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ അവന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇപ്പോൾ എന്തോ അവൻ എപ്പോഴും നിൽക്കിയെന്ന് പറഞ്ഞ് നടക്കുന്ന കാണാം. പിന്നെ അമ്മ എന്തെങ്കിലും പറഞ്ഞാലും അവൻ എൻ്റെ അടുത്ത് അമ്മ അനുസരിക്കുക, അമ്മ പറഞ്ഞേക്ക്, അമ്മ അത് ചെയ്യും. എനിക്ക് ഒട്ടും പ്രയോറിറ്റി തരാത്ത പോലെ തോന്നുന്നു. അത് നിനക്ക് നിഖിലിനെ അറിയാത്തോണ്ടാ. അവന് ശരിക്കും എപ്പോൾ പറഞ്ഞാലും നിന്റെ കാര്യം പറയാനുള്ളൂ. അവൻ എന്തൊക്കെ പറഞ്ഞാലും ഫസ്റ്റ് പ്രയോറിറ്റി നിനക്ക് തന്നെ തന്നിട്ടുള്ളത്. പിന്നെ അവൻ്റെ വീടല്ലേ, അപ്പോൾ അവൻ എന്തായാലും അവർക്ക് പ്രയോറിറ്റി കൊടുക്കണമല്ലോ. അല്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇതിപ്പോ കണ്ടില്ലേ, ലാസ്റ്റ് വീക്ക് നിക്കിയുടെ ബർത്ത്ഡേ ആയിരുന്നു, വിഷ് ചെയ്തില്ലെന്ന് പറഞ്ഞ് കുറെ ഗിഫ്റ്റ് ഒക്കെ പോയി നോക്കി. ഞാൻ ആദ്യം വിചാരിച്ച എനിക്കാന്നാ. നെക്സ്റ്റ് വീക്ക് എൻ്റെ ബർത്ത്ഡേയാ. സത്യത്തിൽ അവനത് ഓർമ്മ പോലും ഉണ്ടാവില്ല. അത് അവനക്കറിയില്ല. അവൻ ഗിഫ്റ്റ് തരുമ്പോൾ മനസ്സിലാവല്ലോ. എന്തൊക്കെ പറഞ്ഞാലും അവന് നിന്നെ ഇഷ്ടമൊക്കെ തന്നെയാണ്. നീ അത് വെച്ച് ബേജാറായിരിക്കൊന്നും വേണ്ട. അങ്ങനൊന്നുമില്ല. എന്നാലും ഞാൻ വേണമെങ്കിൽ നിഖിലിനോട് സംസാരിക്കാം. വേണ്ടടാ, ചില കാര്യങ്ങളൊന്നും അങ്ങനെ പറഞ്ഞ് വരുന്ന കാര്യങ്ങളൊന്നും അല്ല. എന്നാ പിന്നെ നീ ഒന്ന് ഓപ്പണായിട്ട് സംസാരിച്ചാൽ മതി. എന്നാ തീരാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ഞാൻ പറവേ. ഇന്ത്യയും വടക്കോട്ടുമായിട്ട് ഇവിടെ റഷ്യയുടെ അപ്പുറത്തും തവള. ഇവിടെ ആണല്ലേ നോർവേ. അതടിപൊളി. ജർമ്മനി, പോളണ്ട്. എക്സ്പെൻസാ, ശരിയാവത്തില്ല. നീ ഇതും കറക്കിക്കൊണ്ടിരുന്നു. എന്തുപറ്റി? തന്നെ അവിടെ വന്നിട്ട് കരഞ്ഞോണ്ടിരിക്കുന്നു. എന്തോത്തിന്? നീ അവൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പ്രയോറിറ്റിയോ? നീ എനിക്ക് ഗിഫ്റ്റ് മേടിക്കുന്ന കാര്യം അവളോട് വല്ലതും പറഞ്ഞു? അതെ, ബെസ്റ്റ്. നിക്കിക്ക് മേടിക്കണ്ടേ പിന്നെ ഗിഫ്റ്റ്? മേടിക്കണം. നീ ഇപ്പൊ അവളോട് പറഞ്ഞു, അവൾ ഓർത്തിരിക്കുന്ന അവൾക്ക് ആ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിരുന്നേ. മൊത്തം നീ നിക്കിക്ക് മേടിച്ചു കൊടുക്കുവാന്നൊക്കെ പറയുന്നത്. ഷെടാ, ഇതെന്തൊരു കഷ്ടം. അനിയത്തി കല്യാണം കഴിച്ച പറഞ്ഞാൽ അനിയത്തിക്കൊന്നും മേടിച്ചു കൊടുക്കണ്ടേ? മേടിച്ചു കൊടുക്കണം. പക്ഷെ നീ അത് അവൾക്കും കൂടി എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണ്ടേ? അവൾക്കൊണ്ട് അവളുടെ അടുത്ത ആഴ്ച വരൂല. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്തു. എവിടെ പോണം? അതൊക്കെ നീ ഓർക്കുന്നുണ്ടോ എന്ന് തന്നെ അവൾക്ക് ഡൗട്ടാ. ഇതൊക്കെ എന്തിനാ അവളിങ്ങനെ പറഞ്ഞു നടക്കുന്നതിന്? അറിയത്തില്ല. അവളുടെ സങ്കടം പറഞ്ഞാ തെറ്റിദ്ധരിച്ചായിരിക്കും. അവൾക്ക് എന്തായാലും ഞാൻ മേടിച്ചു കൊടുക്കും ഗിഫ്റ്റ്. ബർത്ത്ഡേ വരുമല്ലേ, അടുത്ത ആഴ്ചയാ. സമയമുണ്ട്, മേടിച്ചു കൊടുക്കാം.
പക്ഷെ നീ ഒന്ന് കെയർ ചെയ്യണം അവളെയും കൂടി. വീട്ടിലാവുമ്പോൾ നീ ഇവരെ മാത്രം കെയർ ചെയ്യുന്നത് മാത്രം അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു. ഇത് എപ്പോഴും കേട്ടിട്ടുണ്ടല്ലേ. ആ എടാ ഇതിപ്പോ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ എല്ലാരെയും നമുക്ക് നോക്കണ്ടേ? അത് നോക്കണം, അതാ പറഞ്ഞേ. അത് ഞാൻ സംസാരിച്ചോളൂ അവളുടെ അടുത്ത്. അവൾക്ക് എന്തെങ്കിലും ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും. അടുത്ത ആഴ്ച അവൾക്ക് കൂടെ കൊടുക്കുമ്പോൾ ശരിയായിക്കോളും, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ തന്നെ ഇതായി, അവളുടെ ബർത്ത്ഡേക്ക് മേടിച്ചില്ല, താമസിച്ചു പോയി. അത് തന്നെ പ്രശ്നമായിട്ടിരിക്കുക. കരഞ്ഞൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, പക്ഷെ സങ്കടമാണ്. സംസാരിക്കാം, കുഴപ്പമൊന്നുമില്ല. കല്യാണം കഴിച്ചാൽ പിന്നെ ഇതൊക്കെയാ പ്രശ്നം. നീ പോയി എന്തെങ്കിലും സമാധാനിപ്പിക്കും. എന്തായി കഥയുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇപ്പം കയറി ചെന്നാൽ മറ്റേ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ലൈഫ്. ഈ പെൺപിള്ളേരെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പോയി പൊസസീവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ നമ്മൾ ആ താളത്തിന് ചവിട്ടി എന്നാൽ പിന്നെ അങ്ങനെ നിൽക്കാനേ പറ്റുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ പോയി സംസാരിക്കാം. ഞാൻ എന്തൊക്കെയൊക്കെ പറഞ്ഞു. നീ അങ്ങനൊന്നും അല്ലെന്ന് പറഞ്ഞു? ഇല്ലില്ല, ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഓക്കെ, അവൻ അങ്ങനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ഇതാക്കിയിട്ടുണ്ട്. പക്ഷെ അവൾക്ക് ഇപ്പോഴും ഒരിതാ. എന്തായാലും നീ ആലോചിക്ക്, നോക്കിട്ട് വാ. എനിക്ക് എൻ്റെ അടുത്ത് കുറച്ച് സീരിയസ് ആയിട്ട് കാര്യം സംസാരിക്കാനുണ്ട്. എനിക്കും ചേച്ചി കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയാനുണ്ട്. പറ. അല്ല ചേച്ചി പറഞ്ഞു. അതെ, നിഖില് നിന്റെ ചേട്ടനാണ്. എനിക്കറിയാം നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ. പക്ഷെ ഞാനിപ്പോൾ നിഖിലിൻ്റെ വയസ്സല്ലേ. അപ്പോൾ അവൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതും പ്രയോറിറ്റി തരേണ്ടതും എനിക്കല്ലേ. അങ്ങനെയില്ലല്ലോ, കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ച് അനിയത്തിനെയും അമ്മയും അച്ഛനെയൊക്കെ മാറ്റി കളയാൻ പറ്റുമോ? ഇല്ലല്ലോ. മാറ്റിക്കളയണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നിനക്കിപ്പോൾ ഇവിടെ അമ്മയുണ്ട്, ഇത് നിന്റെ വീടാണ്, നീ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഞാൻ ഫസ്റ്റ് ദിവസം തൊട്ട് എന്തൊക്കെയാണ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എനിക്കറിയാലോ. അമ്മയും ഇല്ല, നിന്നെ എനിക്ക് സംസാരിക്കാൻ കിട്ടാറില്ല. അപ്പം എനിക്ക് ആകെ നിഖിൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പം പിന്നെ ഞാൻ വേറെ ആരെ ഡിപ്പെൻഡ് ചെയ്യാനാ? ഞാനുണ്ടല്ലോ, കൊച്ചിയിലെ കുറേ ചേട്ടൻ്റെ അടുത്താണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കൊച്ചിയിലോട്ട് ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ചേട്ടൻ്റെ അടുത്താണ്, അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ അല്ല. എനിക്ക് ആ ആള് ഇപ്പം പുറത്തോട്ട് പോയപ്പോഴും എനിക്ക് ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യാത്തത് അപ്പോഴും ചേട്ടൻ എൻ്റെ അടുത്ത് കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ചേച്ചിയെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്താ എൻ്റെ അടുത്ത് ഗ്യാപ്പ് വന്നത് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഗ്യാപ്പ് വരാനോ? അങ്ങനെ ഗ്യാപ്പ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവൻ എന്തിനാ എൻ്റെ അടുത്ത് വന്നിട്ട് നിനക്കുള്ള കുറെ ഗിഫ്റ്റ് ഒക്കെ കാണിച്ചു സംസാരിച്ചല്ലോ. എനിക്കോ? ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്കാന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് സന്തോഷിച്ചു. പിന്നെ പറഞ്ഞ എല്ലാം നിനക്കുള്ളതാണ്. ചേട്ടൻ ഇതുപോലെ വന്നിട്ട് എൻ്റെ അടുത്ത് ചേച്ചിക്ക് വേണ്ടി ഗിഫ്റ്റിൻ്റെ കേസ് സംസാരിച്ചു. എനിക്ക് വേണ്ടിയോ? ഞാൻ വിചാരിച്ചു അപ്പോൾ ചേട്ടൻ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. ആരും ഇപ്പം ഓർത്തില്ല, പോട്ടെ. അപ്പം ഞാൻ വിചാരിച്ചു അത് ഞാനും ഇതുപോലെ കുറേ എക്സൈറ്റ്മെൻറ്റോടുകൂടി ഇങ്ങനെ ഇരുന്നു. ഞാൻ എല്ലാം സെലക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ചേട്ടൻ പറഞ്ഞത് ചേച്ചിക്കുള്ളതാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ചേട്ടൻ്റെ പ്രയോറിറ്റി മാറി. ചേട്ടൻ എന്നെ കേൾക്കാൻ എനിക്കൊന്നും ചെയ്തൊന്നും തരുന്നില്ല. ചേട്ടൻ മാറിയെന്ന് വിചാരിച്ചു ഭയങ്കരമായിട്ട്. നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് കുറേ ചിന്തിച്ചു കൂട്ടുണ്ടല്ലേ. ശരിയാ. സത്യം പറഞ്ഞാൽ പുള്ളിയുടെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാൻ ഉണ്ട്. മേ ബി അതായിരിക്കും. എടി അവന് നീയും ഞാനും എല്ലാവരും ഇമ്പോർട്ടൻ്റാ. പാവം. പൊട്ടനാണെങ്കിലും പാവം. നമുക്ക് അവനൊന്ന് കണ്ടിട്ടുണ്ടല്ലോ. ഈ മാപ്പിലുള്ളത് ഇതിനകത്തില്ലല്ലോ. ഏത് മാപ്പ് ചേട്ടാ എന്തോട്ടി എന്തിന് നിങ്ങളെ സോറിടാ. എന്തിന്? അല്ല, ഞങ്ങള് കുറെ കാര്യങ്ങള് ഓവർ തിങ്ക് ചെയ്ത് ചേട്ടനെ തെറ്റിദ്ധരിച്ചു. അത് നീ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് നോക്കിയില്ലേ? അപ്പോ അവൾക്ക് വേണ്ടിട്ട് പറഞ്ഞപ്പോ എനിക്ക് സങ്കടമായി. പിന്നെ ചേച്ചിക്ക് വേണ്ടിയാന്ന് പറഞ്ഞപ്പോ എനിക്ക് സങ്കടമായി. പിന്നെ ഞങ്ങക്ക് മനസ്സിലായി ഞാൻ രണ്ടുപേരും ആലോചിച്ച് മണ്ടത്തരാണ്. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ചേട്ടാ ഇതൊക്കെ പ്ലാൻ ചെയ്ത് നമുക്ക് സർപ്രൈസ് പറയാൻ വേണ്ടി ഇരിക്കാതെ. അതെ, നിങ്ങൾ രണ്ടോടെ എന്നെ മനസ്സിലാക്കി കളഞ്ഞ്. എത്ര ഭാര്യമാര് വന്നാലും എത്ര ഭാര്യ വന്നാലും നീ എന്റെ ഏക അനിയത്തില്ലയോ? നിന്നെ മറക്കൂ ഞാൻ? ആരൊക്കെ വന്നാലും നിന്നെ ഞാൻ മറക്കുവോ? ഏത് അനിയത്തി വന്നാലും നിങ്ങളൊക്കെ ഞാൻ മറക്കാതിരിക്കുവോ? അതെ, ഞാൻ കുറച്ച് നേരത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. അതിന് നല്ലൊരു റെഡ് സൽവാർ ഉണ്ട്. നീ ഫോൺ നേരത്തെ ഫോണാ ഇവിടെ? ഞാൻ പിന്നെ വേറൊരു സാധനം എടുത്തു. വൈറ്റ് ടോപ്പ് ഉണ്ടായിരുന്നു, പ്രിന്റ് വന്നിട്ടുള്ള. ഇല്ല, ഞാൻ കണ്ടില്ല. ഞാൻ നോക്കി, നമുക്ക് അതും കൂടി ഒന്ന് ഓർഡർ ചെയ്യാം.
ഇത് നേരത്തെ പറഞ്ഞ റെഡ് സൽവാർ ആ നെക്ക് നിനക്ക് നല്ല ഭംഗിയുണ്ടാവും. പിന്നെ നേരത്തെ അവൻ കുറച്ച് ഹീൽസ് ഒക്കെ നോക്കിയായിരുന്നു. കൊള്ളാല്ലേ, നല്ല സെലക്ഷൻ. എനിക്ക് ഇതൊന്നും ഓർഡർ ചെയ്ത് തരാം. ഇതാണ്